ബിഗ് ബോസ് മലയാളം സീസൺ 7 നെറികേടിന്റെ അങ്ങേ അറ്റമാണ്. ഗ്രൂപ്പിസത്തിന്റെ എക്സ്ട്രീം ലെവലാണ് ഇന്നത്തെ ജയിൽ നോമിനേഷനകത്ത് നമ്മൾ കണ്ടത്. സത്യം പറഞ്ഞാൽ അനീഷിനും അനുവിന് അത്ര ഈ പറഞ്ഞിട്ടുള്ള സങ്കടമില്ല. പക്ഷേ അനീഷിന് നല്ല സങ്കടമുണ്ട്. അനീഷ് ജയിലിൽ കിടന്നിട്ട് അനുവും അനീഷും തമ്മിൽ കുറച്ച് കോൺവെർസേഷനൊക്കെ ഉണ്ട്, സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അനീഷ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. കാരണം ഇവിടെ നമ്മളെക്കാളും എത്രയോ വീക്കായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടും, അതുപോലെ ടാസ്കിനകത്ത് ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ടായിട്ട് പോലും ഈ കഴിഞ്ഞ ആഴ്ച ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. അതുപോലെ ടാസ്ക് കളിക്കാത്ത ആൾക്കാരുണ്ട്, ഇവിടെ ഒന്നും ചെയ്യാത്ത വീക്കായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാണ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഡെയിലി എല്ലാ നോമിനേഷനും എനിക്ക് തോന്നുന്നു അനീഷ് ഒരു 3-4 ആഴ്ച, അനീഷ് എനിക്ക് തോന്നുന്നു എല്ലാ നോമിനേഷനകത്തും ഉണ്ട്. എനിക്ക് തോന്നുന്നു രണ്ട് ജയിൽ നോമിനേഷനകത്തേ വന്നിട്ടുള്ളൂ. 2 വട്ടം അങ്ങോട്ട് ജയിലിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അനീഷ് എല്ലാ ദിവസവും ഉണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരെടുത്തും കാണിക്കുന്നത് ഭയങ്കര അനീതിയാണ്. അനീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിസത്തിന്റെ എക്സ്ട്രീം ലെവലിലുള്ള അനീതിയാണ് ഇവർ എല്ലാവരും കൂടെ ഇവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷിന് നല്ല സങ്കടം ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. കാരണം എല്ലാ ആഴ്ചയും പുള്ളിക്കാരൻ ജയിലിലിടെ അവിടെ ഒന്നും ചെയ്യാത്ത ആൾക്കാർ, ഈ നൂറ, ആദില, അതുപോലെ ലക്ഷ്മി, ഇവരൊക്കെ നിൽക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാതെ, നെവിൻ ഒന്നും ചെയ്യാതെ, ടാസ്ക് പോലും മര്യാദയ്ക്ക് കളിക്കാത്ത ഇവരൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കുന്നു? ഇത് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് ചോദിച്ച് ലാലേട്ടൻ തന്നെ അടുത്തൊരു ജയിൽ നോമിനേഷനകത്ത്, കാരണം ഈ ഒരു സീസൺ തീരുന്നതിന് മുമ്പേ നമുക്കറിയാം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന 2-4 പേരുണ്ട്. ജയിലിൽ പോയി കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം, നൂറ ജയിലിൽ പോയി കിടക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഏറ്റവും വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് നൂറ. സേഫ് ഗെയിം കളിച്ച് അങ്ങേ അറ്റമാണ് പോയി കിടക്കുന്നത്. നൂറായും ആദിലും കൂടെ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നേ ഞാൻ പറയും. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറയാൻ സന്തോഷം വരും. കാരണം അവിടെ ഇവര് ഇൻഡിവിജ്വൽ ഗെയിം ആണ്, പ്ലേയേഴ്സ് ആണ്, മറ്റേതാണ് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ചേർന്ന് കളിച്ചിട്ട് മറ്റുള്ള ആൾക്കാരെ ഈ പറഞ്ഞിട്ടുള്ള അവിടെ ഇവിടെ മാറിയിരുന്ന് കുറ്റം പറയുന്ന രീതി ഉണ്ടല്ലോ. അപ്പൊ ആ രീതി കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ദേഷ്യം വരുവാണ് ഇവർ ആ രീതികളൊക്കെ കണ്ട്. ഇന്നലെ നമ്മൾ ലൈവിനകത്ത് കണ്ടതാണ്. ഷാനവാസിനെ മാറിയിരുന്ന് കുറ്റം പറയുന്നു, അതുപോലെ അനുവിനെ കുറ്റം പറയുന്നു, ഷാനവാസ് എന്ത് വാഴയാണ്, അതുപോലെ ഹിറ്റ്ലർ മാധവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ അനുവിനെ പറ്റിയിട്ട് ഒരുപാട് മോശം വാക്കുകളൊക്കെ പറയുന്നുണ്ട്. തള്ളച്ചി, അമ്മച്ചി, ഈ പറയുന്നിട്ടുള്ള കുലസ്ത്രീ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ഒരുപാട് ഇങ്ങനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇവർക്ക് സത്യം പറഞ്ഞ ഒരു കോമൺ സെൻസ് ഇല്ല ഇവിടെ. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആണെന്നുള്ളൊരു ബോധം ഇവർക്കില്ല. ഇവരെന്താണ് ഇങ്ങനെ സത്യം പറഞ്ഞാൽ വെറുപ്പിച്ച് എക്സ്ട്രീം ലെവലാണ് ഇവർ ഇട്ടേക്കുന്നത്. ഈ ഷാനവാസിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഷാനവാസ് ഇത്രയും കട്ട നെഗറ്റീവായിട്ട് പോലും ഒരു ആങ്ങളയുടെ സ്ഥാനം വെച്ചിട്ട് ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഷാനവാസ് ഇറങ്ങിയത്. അത്രയും നെഗറ്റീവ് കിട്ടിയിട്ട് പോലും പുള്ളിക്കാരൻ ഇവർക്കെതിരെ ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്തിട്ടില്ല, അല്ലേ? അപ്പൊ അത്രയും സ്നേഹമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യനെയാണ് ഇവര് മാറിയിരുന്ന് വാഴ ഷാനവാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയുന്നത്. ഷാനവാസിന്റെ പുറമേ നടന്ന് ഷാനവാസിക്കാന്ന് വിളിച്ചുകൊണ്ട് നടന്ന ആൾക്കാർ ഇപ്പം ഷാനവാസിനെ കാണുമ്പോഴത്തേക്ക് വെറുപ്പാണ്, മാറിയിരുന്ന് വായി വരുന്ന പറയുവാണ്, അല്ലേ? അതുപോലെ അനുവിനെ തക്കം കിട്ടുന്ന സമയത്ത് മാറിയിരുന്ന് കുറ്റം പറയൊക്കെയാണ് ഇവർക്ക് ജോലി. അപ്പം ഇവിടെ ഈ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഓക്കെ, ആര്യന്റെ കേസ് എടുത്ത് നോക്കി, ആര്യൻ എല്ലാ ടാസ്കും നല്ലോണം കളിച്ചു, ഓക്കെ, നല്ല രീതിയിൽ കളിച്ചെന്ന് പറയാം. പക്ഷെ അവിടെ ആര്യൻ കള്ളക്കളി കളിച്ചു, അല്ലേ? ആര്യൻ കള്ളക്കളി കളിച്ചു. സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡിൽ ആര്യൻ കള്ളക്കളി കളിച്ചു. അങ്ങനെ ഒരുപാട് കള്ളക്കളി കളിച്ചിട്ടുള്ള ആളാണ് ആര്യൻ. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ക്യാപ്റ്റൻസി ടാസ്കിൽ എടുക്കാൻ നേരത്തും ആര്യൻ ഉടായ്പ കളി കളിച്ചു. അപ്പം ഈ പേരൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് നോമിനേറ്റ് ചെയ്യായിരുന്നു ജയിലിലേക്ക്. കാരണം വീക്ക്ലി ടാസ്കിൽ കള്ളക്കളി കളിച്ചതിന്റെ പേരിൽ നോമിനേറ്റ് ചെയ്യായിരുന്നു. അതുപോലെ ലക്ഷ്മി വീക്ക്ലി ടാസ്കിൽ മോശം പ്രകടനം കാഴ്ചവെച്ചതിന്റെ പേരിൽ ഇവർക്ക് നോമിനേറ്റ് ചെയ്യായിരുന്നു. അതുപോലെ നെവിൻ മോശം പ്രകടനം കാഴ്ചവെച്ചതിന്റെ പേരിൽ നോമിനേറ്റ് ചെയ്യായിരുന്നു. നൂറ മോശം പ്രകടനം കാഴ്ചവെച്ചതിന്റെ പേരിൽ, നൂറയൊക്കെ എന്താണ് വീക്ക്ലി ടാസ്കിൽ ചെയ്തിട്ടുള്ളത്? ഈ അനീഷ്, ഈ പറഞ്ഞിട്ടുള്ള ആര്യൻ, ഇവർ 3 പേരുമാണ് വീക്ക്ലി ടാസ്കിൽ നല്ലപോലെ കളിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പൊ ഇത്രയും നല്ലപോലെ കളിച്ചിട്ടുള്ള ആൾക്കാർ ജയിലിലും കിടക്കുന്ന, അവിടെ ഒന്നും കളിക്കാത്ത ആൾക്കാർ അവിടെ വീട്ടിലും കുത്തിയിരിക്കുന്നത്. അതെന്തുകൂടെ, അത് എവിടുത്തെ ന്യായം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ എന്തൊരു ഗ്രൂപ്പിസമാണ് ഇവർ കളിക്കുന്നത്, അല്ലേ? അപ്പം ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 തീരുന്നത് വരെ കണ്ടിന്യൂ ജയിലിൽ പോയി കിടക്കുന്ന ആൾക്കാർ അവിടെ അങ്ങ് കിടക്കട്ടെ.
മറ്റ് ഒന്നും ചെയ്യാത്ത ആൾക്കാർ, ഒന്നും ചെയ്യാത്ത വാഴകളായിട്ടിരിക്കുന്ന ആൾക്കാർ അവിടെ പോയി സുഖസുന്ദരമായിട്ട് അവിടെ കിടന്നുറങ്ങട്ടെ, അല്ലേ? ഒരു വട്ടമെങ്കിലും ഈ സീസൺ തീരുന്നതിനിപ്പുറം വെച്ചിട്ട് ലാലേട്ടൻ ഡയറക്റ്റ് പിടിച്ച് ഈ രണ്ടു മൂന്ന് സാധനങ്ങളെ പിടിച്ച് ജയിലിലോട്ട് ഇടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഇന്നത്തെ ജയിൽ നോമിനേഷൻ ഗ്രൂപ്പിസത്തിന്റെ എക്സ്ട്രീം ലെവലാണ്. ഇതെന്തുവാണ് ഇത്? എന്തൊരു ജയിൽ നോമിനേഷനാണിത്? അത്രയും നല്ലപോലെ ടാസ്ക് കളിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ജയിലിൽ പോയി കിടക്കുന്നത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ അക്ബർ, ഈ ടാസ്കിനിടയിൽ അക്ബറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഫിസിക്കൽ അസാൾട്ട്, അനുമോക്ക് പറ്റിയിട്ടുള്ള, അനുമോളെ മൂക്കിൽ നിന്ന് ബ്ലഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ആര്യൻ കളിച്ച കളി, അതുപോലെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ആര്യന്റെ ഭാഗത്തുനിന്ന് ഫിസിക്കൽ അസാൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ആൾക്കാരെ കയ്യിൽ നിന്നെല്ലാം ഇത്രയും മോശം കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതിന്റെ ഒരു പേരിലും ഇവരാരും നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് വിട്ടിട്ടില്ല. നെവിന്റെ ഭാഗത്ത് നിന്ന് നെവിൻ ഫുഡ് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, അല്ലേ? അനുമോള് മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി കളയാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇത് ജയിൽ നോമിനേഷൻ ചെയ്യാം. ഇതൊക്കെയാണ് റീസൺസ്, അല്ലാതെ വേറെ എന്ത് റീസൺസ് ആണ് ഇവർ കണ്ടെത്തുന്നത്? അപ്പം മനഃപൂർവ്വം ഇന്ന ആള് ജയിലിൽ പോകണം, ഇന്ന ആള് ജയിലിൽ പോകണമെന്ന് ഇവർ പ്ലാൻ ചെയ്ത് ഇവർ എടുക്കുന്ന ഒരു അജണ്ട ഉണ്ടല്ലോ, ആ അജണ്ടയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഗ്രൂപ്പിസ് ഇതിന്റെ എക്സ്ട്രീം ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് പൊളിച്ചെടുക്കണം. ലാലേട്ടൻ തന്നെ ഡയറക്റ്റ് ജയിൽ നോമിനേഷൻ ചെയ്ത് വിടണം. അതാണ് വേണ്ടുന്നത്. സത്യം പറഞ്ഞാൽ അനുവിനും അതുപോലെ അനീഷിനും നല്ല വിഷമമുണ്ട് കേട്ടോ. അവര് ജയിലിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇവിടെ ഇത്രയും നല്ലതുപോലെ കളിച്ച് ഇത്രയും പോയിന്റ് നേടിയ 1, 2, 3 സ്ഥാനത്ത് നിൽക്കുന്ന നമ്മള്, ഇത്രയും ടാസ്കിൽ എഫോർട്ട് ഇട്ട് കളിച്ച് ഞങ്ങൾ ജയിലിൽ കിടക്കുന്നു. ബാക്കിയുള്ള ആൾക്കാരല്ല, ഇവിടെ ഒന്നും ചെയ്യാത്ത ആൾക്കാർ അവിടെ പുറത്തു പോയിരിക്കുന്നു. കാരണം ഇവര് ജയിലിൽ സംസാരിച്ച കാര്യമാണ്. കാരണം അത് കാണുമ്പോൾ സത്യം പറഞ്ഞുണ്ടല്ലോ ഇവിടെ സങ്കടം വരുവാണ്. കാരണം ഇവിടെ അവരും ഈ പറഞ്ഞിട്ടുള്ളൊരു മനുഷ്യരല്ലേ. അപ്പൊ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഒന്ന് വിചാരിക്കാലോ. കാരണം ഈ കണ്ടിന്യൂ ഇവരെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ജയിലിലേക്ക് വിടുമ്പോഴത്തേക്ക് മറ്റുള്ള ആൾക്കാർക്കൊന്നും ചിന്തിച്ചൂടെ? ജയിലിൽ വിടാനാണെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഇഷ്ടം പോലെ അവിടെ ഇതിലും വലിയ തെണ്ടിത്തരങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ അവിടെ കിടക്കുവാണ്. ജയിലിൽ പോകാൻ അർഹതപ്പെട്ട ആൾക്കാർ. ആദില മൈക്ക് മാറ്റി വെച്ചതിന്റെ പേരിൽ ഈ അനീഷിന്റെ മൈക്ക് എടുത്ത് മാറ്റി വെച്ച് ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടിട്ട് അന്നൊരു പ്രശ്നം തന്നെ നമ്മൾ കണ്ടതാണ്. അതുപോലെ അത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണ്. അത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അത് ഈ പറഞ്ഞിട്ടുള്ള മൈക്കില്ലാതെ അവർക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റത്തില്ല. പല രഹസ്യങ്ങളും പല പ്ലാനുകളും അവർക്ക് നടത്താൻ പറ്റും. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൈക്ക് മാറ്റി വെച്ചതിന്റെ പേരിൽ ഈ ആദിലെ ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പുകളുണ്ടായിരുന്നു. അതുപോലെ അക്ബറിന്റെ പാവകൾ അടിച്ചുകൊണ്ട് പോയൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഈ ആദില തന്നെയാണ് അവിടെ പറയുന്നത് മോഷണമൊന്നും പാടില്ല, നമുക്ക് ഫെയർ ആയിട്ട് കളിക്കാന്ന് പറഞ്ഞിട്ട്. അത് ടാസ്കിന്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ എല്ലാവരുടെ പറഞ്ഞിട്ട് ആദ്യം എല്ലാവരുടെ കള്ളം പറഞ്ഞ് ഒപ്പിച്ചിട്ട് അവിടെ ഒരു കള്ളക്കളി നടത്തുമ്പോൾ ഒരു വഞ്ചനയാണ്. കാരണം എല്ലാവരുടെ പറയുന്നു ഈ പറഞ്ഞിട്ടുള്ള മോഷണമൊന്നും പാടില്ലെന്ന് പറഞ്ഞിട്ട് ആദില തന്നെ അവിടെ പാവ എടുത്തുകൊണ്ട് പോയി മാറ്റി വെക്കുന്നു. അപ്പൊ ആ പേരും പറഞ്ഞൊക്കെ ഈ പറഞ്ഞിട്ട് ജയിലിലേക്ക് വിടാൻ ഈ ആദിലയൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ആരും ചെയ്തില്ല. അവിടെ എല്ലാം ഗ്രൂപ്പിസം. ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അനീഷ് ഇവനെ കാണുമല്ലോ. എന്തായാലും അത് ഭയങ്കര മോശമായി. ഇപ്പൊ എന്തായാലും ജയിലിൽ നിന്ന് ഇവരെ മോചിപ്പിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് കൊടുത്തൊരു 100 തീപ്പെട്ടിക്കുള്ളി വെച്ചിട്ട് 100 തീപ്പെട്ടിക്കുള്ളി വെച്ചിട്ട് പാവയെ നിർമ്മിക്കുക എന്നൊരു ടാസ്ക് കണ്ടാണ് കൊടുത്തത്. അപ്പൊ എന്തായാലും രണ്ടുപേരെയും ഇറക്കിയിട്ടുണ്ട്. നല്ല മഴയത്തൊക്കെയാണ് ഇറങ്ങി വരുന്ന സമയത്ത് ബിഗ് ബോസ് അക്ബറിന്റെ കയ്യിൽ കുട കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട് കുഴപ്പമില്ല, ഞാൻ നനഞ്ഞിട്ടൊക്കെ പോകാന്ന് പറയുന്നുണ്ട്. എനിക്ക് കുടയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ നനഞ്ഞു പോകാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് മൈക്കൊന്നും നനയാതെ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവരോട് കാണിച്ചത്, പ്രത്യേകിച്ച് അനീഷിനോട് കാണിച്ചത് നെറികേടിന്റെ എക്സ്ട്രീം ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പുള്ളിക്കാരന് ജയിലിൽ പോയൊരു പുത്തരിയല്ല. കാരണം ഈ സീസൺ തുടങ്ങിയ അന്ന് തൊട്ടേ ഒരാൾ അനീഷാണ് ജയിലിൽ പോയി കിടക്കുന്ന ആളിൽ ഒരാൾ അനീഷാണ്. പക്ഷെ ഈ അനീഷ് മാത്രമേ ഉള്ളൂടെ ജയിലിൽ പോകാൻ. വേറെ ആൾക്കാരൊന്നും അവിടെ യോഗ്യരായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല അവിടെ ജയിലിൽ പോകാൻ. ഇവര് നോമിനേഷൻ ടൈമിൽ ഇവർ പറയുന്നുണ്ടല്ലോ വീക്കായിട്ടുള്ള ആളാണ്, ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, മറ്റേതാണ് മറിച്ചാന്ന് പറഞ്ഞ് പല ആൾക്കാരെയും നോമിനേറ്റ് ചെയ്യുന്നല്ലോ. അപ്പൊ എന്തുകൊണ്ട് ജയിൽ നോമിനേഷനകത്ത് ഇവരാരെയും വിടുന്നില്ല? അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അപ്പം